അവള് ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല സച്ചി. ആ ബീരാനെ കൂട്ടിക്കൊണ്ടു വരുമ്പോ ഈ വിഷയം ഇത്ര വഷളാവുന്നൊന്നും ഞാൻ കരുതിയില്ല. സത്യമൊക്കെ എല്ലാവരും അറിയണം. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശിക്ഷ പാർലമെന്റിലേക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു. അത്രമാത്രമേ ഞാൻ ഓർത്തുള്ളൂ. എന്തായാലും അമ്മ ശിക്ഷ കൊടുത്തല്ലോ. നീ ചെയ്തത് തെറ്റാണെന്ന് ആരും പറയില്ലടാ. അവളുടെ മുഖം മൂടി അഴിച്ചു. അവള് എത്രക്കാരിയാണെന്ന് മനസ്സിലായി. അവൾ എന്നോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ സച്ചി. ഞാനെന്ന് വെച്ചാ അവക്ക് ജീവനാ. അത്രമാത്രം സ്നേഹം അവക്ക് എന്നോട്. എന്നിട്ടാണോടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ദേ, ഇപ്പൊ നടന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നിന്നെയാ. എടാ, നിന്റെ ജീവിതം കൊണ്ടുള്ള കളിയായത്. ഇവിടെ തീരുമാനം എടുക്കേണ്ട നീയാ. അമ്മയല്ല. നീ അവളെ ഉപേക്ഷിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. എടാ, ഇനിയും നീ ഇങ്ങനെ വിഡ്ഢിയാവരുത്. എന്താണത്? കരയായിരുന്നു. എനിക്ക് നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. ദേ, ആരില്ലേലും ഞാനില്ലാണ് നിന്റെ കൂടെ. കുട്ടിക്കാലം മുതൽ നിന്റെ രക്ഷയ്ക്ക് ഓടിയെത്തുന്നവനെ ഞാൻ. അടിപിടിയൊക്കെ കൂടുമെങ്കിലും നീ എന്റെ ഏട്ടനല്ലടാ. നമ്മൾ ഒരു ചോരയല്ലടാ. നീ വിഷമിക്കാതിരിക്കുക. നമുക്കെല്ലാം ശരിയാക്കാം. അറിയാതെ മൂദേവി കുടുംബം നശിപ്പിച്ചു. ചന്ദ്രേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാനെല്ലാം അറിഞ്ഞിട്ടാ വന്നത്. അറിഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ആരും അറിയാതെ ഈ വീടിന്റെ ആധാരം വരെ പണയപ്പെടുത്തി അവൾക്ക് ഞാൻ കാശ് കൊടുത്തു. അതുകൊണ്ടല്ലേ അവൾ ബ്യൂട്ടി പാർലർ തുടങ്ങിയത്. അന്ന് അവൾക്ക് വേണ്ടി ഞാൻ കള്ളിയായി. എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. ചന്ദ്രേ, അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ടാ ഞാൻ അവളെ കണ്ടത്. എന്നിട്ട് അവൾ എന്നോട് കാണിച്ചത് എന്താ? വീട്ടിൽ കയറി വന്ന 3 മരുമക്കളിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അവളെയായിരുന്നു. മറ്റുള്ളവരെ കണ്ട് കണ്ണുകൊണ്ടല്ല ഞാൻ അവളെ കണ്ടത്. തലയെ കൊണ്ടു നടന്നു ഞാൻ അവളെ. അതാ ചന്ദ്രേ നീ ചെയ്ത തെറ്റ്. നീ എല്ലാ മരുമക്കളെ ഒരുപോലെ കാണണമായിരുന്നു. നീ തന്നെ ഇത് പറയണം. മിണ്ടാതിരിക്കുന്നത് നിനക്ക് നല്ലത്. പറഞ്ഞു വന്ന ഇതിനൊക്കെ കാരണക്കാരി നീയാ. ഞാനോ? ആ, നാഴിക്ക് 40 വട്ടം പറയാറില്ലേ ഞാൻ കാണിച്ചു തന്ന മരുമകളാ ശ്രുതി, ഞാൻ കാണിച്ചു തന്ന മരുമകളാ ശ്രുതിന്ന്. നീ അല്ലേ എനിക്ക് അവളെ പരിചയപ്പെടുത്തിയത്? ആ അതെ, അതിനിപ്പോ കുഴപ്പമെന്താ? കുഴപ്പോ? കോൽ കാശിന് ഗതിയില്ലാത്ത ഒരു ദരിദ്രവാസി എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ കാരണം നീയാ. വലിയ പണക്കാരി, കോടീശ്വരി, മലേഷ്യക്കാരി എന്നൊക്കെ പറഞ്ഞ് അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കാരണം നീയാ. കൊള്ളാം. അപ്പൊ കുറ്റം മൊത്തം എനിക്കായി അല്ലേ? ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തന്നു, അത് ശരിയാ. പക്ഷേ മോനെ കൊണ്ട് കെട്ടിക്കുന്നതിന് മുൻപേ നീ അവളെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. കോടീശ്വരിയാണ്, മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞപ്പോ നീ അതിലങ്ങ് വീണു. ദേ, കൂടുതലൊന്നും അന്വേഷിക്കാതെ നീ കല്യാണം നടത്തി. നിന്റെ പണത്തിനോടുള്ള ആർത്തിയാ ഇതിനെല്ലാം കാരണം. വേണ്ടതിനും പറഞ്ഞാലുണ്ടല്ലോ. അവള് കോടീശ്വരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നെ നല്ലോണം മനസ്സിലാക്കിയ അവളാ അത് പറഞ്ഞത്. കോടീശ്വരി രേവതിയെ പോലെ 10 വയസ്സിക്ക് ഗതിയില്ലാത്തവളാ അവള്. അവൾ എന്നെയും എന്റെ മോനെയും പറഞ്ഞു പറ്റിച്ചു. കൊള്ളി വിടില്ല ഞാൻ അവളെ. കാശാണ് നിനക്കെല്ലാം. നിനക്ക് അതിനോടുള്ള ആർത്തി മനസ്സിലാക്കി ശ്രുതി തന്ത്രപൂർവ്വം കളിച്ചതാ. അവള് പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുകയും ചെയ്തു. നിന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അവളുടെ അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി അവളെ മരുമകളാക്കാൻ തീരുമാനിച്ചത് നീയാ. ഇപ്പൊ അവള് പണക്കാരിയല്ല, പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അറിഞ്ഞപ്പോ നീ എന്തിനാ എന്നെ പഴിക്കുന്നു? ശരി, സമ്മതിച്ചു. ഞാൻ തന്നെയാ കുറ്റക്കാരി. എന്റെ തലയിൽ മണ്ണ് വാരിയിട്ടത് ഞാൻ തന്നെയാ. നീ ഒന്നും ചെയ്തിട്ടില്ല. നീ നല്ലവള്, ഞാൻ കെട്ടവള്. പോരെ. ചന്ദ്രേ, നീ കെട്ടവളാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇങ്ങനെ പരസ്പരം പഴി ചാരിട്ട് എന്താ കാര്യം? കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും. നീ അതങ്ങ് വിട്. പക്ഷേ എന്തായാലും നീ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശരിയായില്ല. നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇറക്കി വിടാതെ പിന്നെ ഞാൻ അവളെ ഇവിടെ പിടിച്ചെടുത്ത് പോയിട്ട് പൂജിക്കണോ? എടി, അവള് നിന്റെ മോന്റെ ഭാര്യയല്ലേ, അത് നീ മറന്നോ? ഇങ്ങനെ ഒരുത്തിയെ എന്റെ മോന് വേണ്ട. അവളുടെ കൂടെ ഇനി എന്റെ മോൻ ജീവിക്കില്ല. അവൾക്ക് അവളുടെ വഴി, എന്റെ മോന് അവന്റെ വഴി. അത് പറയേണ്ടത് നീയല്ല, സുധിയാ. ചന്ദ്രേ, സുധിക്കേ ശ്രുതി എന്ന് വെച്ച ജീവനാ. അത് നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അവനെ പറഞ്ഞ് പറ്റിച്ചില്ലേ അവള്? ചതിക്കായിരുന്നില്ലേ? ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കും? ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം തന്നെ അവന്റെ. ഞാൻ പറഞ്ഞ അവൻ കേക്കും. അതിനപ്പുറം അവൻ പോകില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർത്തു. പിടിയാക്കി അവള് ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. വിടില്ല ഞാൻ അവളെ. ഒന്ന് വാ, ഓട്ടം പോവാനുള്ളതാ. ശടാ, നീ എന്താ കഴിക്കുന്നേ? എനക്കിഷ്ടമുള്ള പറഞ്ഞു. ചൂടല്ലേ? ചേട്ടാ, ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ ചേട്ടാ. സച്ചി, ഇയാളെന്താ ഇങ്ങനെ നോക്കുന്ന? ഞങ്ങൾ തമ്മിൽ മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കാറ് പിടിച്ചോണ്ട് പോയില്ലേ അദ്ദേഹം. ഇത് അവൻ എന്നെ കുറിച്ച് പറഞ്ഞ ചിരിക്കുകയാണോ? നോക്കാം. എന്തെങ്കിലും വരും. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? മസാല ദോശ ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ 2 പേർക്ക് മസാല ദോശ. ശരി. അമ്മേ, അമ്മ കഴിച്ചായിരുന്നോ? ഞാനിവിടെ കഴിക്കാൻ വന്നിരിക്കുക. ഒരു റെസ്റ്റോറൻറ്റിലാണേ. ദോശ. പക്ഷേ കഴിക്കാൻ പറ്റുമോന്നറിയില്ല. ഓക്കാനം വരുമോ അമ്മേ? ഈ
ചില മനുഷ്യന്മാരെ കണ്ടാലേ വെള്ളം ഇറങ്ങത്തില്ല എന്ന് പറയത്തില്ലേ? ഇവിടെ ആ ഇവിടെ അങ്ങനൊരു അവതാരം ഇരിപ്പുണ്ട്. ഒരു വൃത്തികെട്ടവൻ. സാറേ വേണ്ട. ശരിയമ്മേ, ഞാൻ വിളിക്കാം. എന്താടാ? സാർ എന്നെ കുറിച്ച് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ട സാറേ. അതെ, നിന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യടാ നീ? സാറേ ആ പറടാ, നീ എന്ത് ചെയ്യും? സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. ഓ, ഒന്നുകൂടി പറഞ്ഞ പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുന്ന്? ഷർട്ടിന്ന് വിട് സാറേ. അന്ന് നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലേ നീ എന്റെ മേലെ കൈവയ്ക്കാൻ നോക്കിയത്. ദേ, ഇന്നിപ്പം നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുക. വൃത്തികെട്ടവൻ. എന്ത് ചെയ്യടാ നീ? സാറേ ഞാൻ പിന്നെയും പറയാ, എന്റെ ഷർട്ടിന്ന് വിട്. വിടാനാ പറഞ്ഞത്. സച്ചി, നീന്റെ യൂണിഫോമിൽ തൊട്ട് കളിച്ചല്ലേ? മതിയടാ, ഇത് മതി എനിക്ക്. നിന്നെ പിടിച്ച അകത്തന്നെ ഇത്രയും മതിരാ. സാറേ ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല. സാറെന്നെ പിടിച്ച് തള്ളിയപ്പോ വീഴാൻ പോയപ്പോ ഞാൻ കയറി പിടിച്ചതാ. അല്ല, നീ കരുതി കൂട്ടി ചെയ്ത തന്നെയാ. ലോകകപ്പിലിട്ട് നിന്റെ തിളപ്പ് മാറ്റിയതിന് ശേഷം നിന്നെ കോടതിയിൽ ഹാജരാക്കൂ. നടക്കണേ കൂട്. ഒരു മിനിറ്റ്, അങ്ങോട്ട് നോക്കി. എന്റെ പരിചയക്കാരാ. ഇവിടെ നടന്നൊക്കെ അവരുടെ ഫോണിലുണ്ട്. എന്നെ സാറ് കൊണ്ടുപോയാ ആ വീഡിയോ അവർ പുറത്തു വിടും. അത് വൈറലാവും. ഞാൻ പുറത്തിറങ്ങും. സാറ് സസ്പെൻഷനിലാവും. സാറ് ഇവിടെ കാട്ടിക്കൂട്ടിയൊക്കെ അതിലുണ്ട്. സാറല്ലേ തുടങ്ങി വെച്ചേ, ഞാനല്ല. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് സാറാ. ആ വീഡിയോ പുറത്തു വിട്ടാ അതെല്ലാവർക്കും മനസ്സിലാവും. എന്നെ കൊണ്ടുപോ. ലോക്കപ്പിലിട്ട് ഇടിച്ച് കോടതിയിൽ ഹാജരാക്ക്. എനിക്ക് വേണ്ട ശിക്ഷ വാങ്ങി തന്നു. തൽക്കാലം നീ രക്ഷപ്പെട്ടു. ഇനി അവസരം വരും. നീയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിന്റെ അഹങ്കാരം അന്ന് ഞാൻ തീർത്തുതരാം. ഇന്ന് നടക്കാതെ പോയത് അന്ന് ഞാൻ നടത്തും. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരോട് ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ ആരാന്ന് പറയും. ആയിക്കോട്ടെ. ആഹാ,
ആഹാ, നീ നേരത്തെ വന്നോ? ഇതെന്താ ഈ പോക്കറ്റ് കീറിയിരിക്കുന്നേ? എടാ, പറഞ്ഞിട്ട് പോടാ. ഇതെന്താ പറ്റേ? അരുൺ, നീ ആരോടെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആ, ഞാനാണല്ലോ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു കാര്യമില്ലാതെ അവൻ എന്നെ ചൊറിയാൻ വന്നത്. ആര്? അവൻ തന്നെ, ആ ഫ്രോഡ്. ഞാനിവിടെ ചാർജ് എടുത്ത ദിവസം മുടിയില്ലേ, ആ റൗഡി തന്നെ ഇന്നും പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവന്റെ കാറ് പിടിച്ചെടുത്തായിരുന്നല്ലോ, ആ ദേഷ്യം തീർത്തത് അവൻ. നീ പിടിച്ചെടുത്ത കാറ് SI സാർ അവന് വിട്ടുകൊടുത്തു. അവൻ ജയിച്ചു, നീ തോറ്റു. ആ ദേഷ്യം നീ അവനോട് തീർത്തതാണോ? എനിക്ക് നിന്നെ അറിയില്ലേ അരുൺ. അമ്മ എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തിനു വേണ്ടി വാദിച്ച് സംസാരിക്കുന്നത്? അരുണേ, ഇത് നീ ജോലി ചെയ്യുന്ന എത്രാമത്തെ സ്റ്റേഷനാ? എടാ, നമ്മൾ താമസിക്കുന്ന ഇത് എത്രാമത്തെ വീടാ? ഇങ്ങനെയാണെങ്കിലേ നീ ഈ സ്റ്റേഷനിലും അധിക കാലം ഉണ്ടാവില്ല. ഞാൻ പെട്ടിയും കിടക്കയൊക്കെ എടുത്തു വെച്ചേക്കാം. ഇവിടേക്ക് വരുമ്പോഴേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് നീ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ? എന്നിട്ട് വന്ന അന്ന് എന്നെ തുടങ്ങി. നിന്റെ ഈ സ്വഭാവം മാറ്റി പറ്റൂ അരുൺ. ഇല്ലെങ്കിലേ നിന്റെ ഈ യൂണിഫോം തന്നെ നഷ്ടമായേക്കാം. അങ്ങനൊരു പേടി ഉണ്ടടാ അമ്മയ്ക്ക്. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. യൂണിഫോം പോകുന്നെങ്കിൽ പോട്ടെ, എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ആരുടെ മുമ്പിൽ ഞാൻ തല കുനിക്കില്ല, തോറ്റു കൊടുക്കയില്ല. ആ റൗഡി ഇനി എന്റെ കുറുകെ വരും. അങ്ങനൊരു അവസരത്തിനായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ആരാണെന്ന് അവൻ അന്നറിയും. എന്റെ ഈ കീറി ഷർട്ട് അമ്മ അലക്കരുത്. ഈ കീറില് തയ്ക്കുകയും ചെയ്യരുത്. അമ്മ മറന്നിട്ടുണ്ടാവില്ല. അറത്തിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴേ ഇതുപോലൊരു റൗഡി എന്റെ കുറുകെ ചാടിയതാ. അവനിപ്പോഴും കിടപ്പില്ല, എഴുന്നേറ്റിട്ടില്ല അവൻ. ആ അവസ്ഥയിൽ ഇവനെ ഞാൻ എത്തിക്കും. അത് അധികം വൈകത്തില്ല. ആ ക്രിമിനലിനെ ഞാനേ വീഴ്ത്തുന്ന ദിവസം അമ്മയെ ഷർട്ട് അലക്കിയാൽ മതി. അതുവരെ ഇത് ഈ ഹാങ്ങറിൽ കിടക്കട്ടെ. സുധി നിന്നെ വിളിച്ചോ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ, അവൻ വിളിക്കില്ല. നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. നീ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്റെ കോൺഫിഡൻസും വീരവാദവും ഒക്കെ കേട്ടപ്പോ ഞാൻ കരുതി ഇറക്കി വിട്ട് മണിക്കൂറുകൾക്കകം നീ ഇവിടെ കയറി പറ്റൂന്ന്. നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇനി ആ വീട്ടിൽ കയറുക അത്ര എളുപ്പമൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവിടെ കയറിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സുധിയോടൊപ്പം ഞാൻ ആ വീട്ടിൽ ജീവിക്കും. അതെന്റെ വാശിയാ. പറഞ്ഞാ മതിയോ? അതിനൊരു വഴി കണ്ടെത്തണ്ടേ ശ്രുതി? ഞാൻ പറഞ്ഞല്ലോ, സുധിയിലൂടെ ഞാൻ അവിടെ കയറി പറ്റുമെന്ന്. അതിനവൻ നിന്നെ വിളിക്കുന്നില്ലല്ലോ. നീ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവനെ നീ വെയിറ്റ് ചെയ്യണ്ട. നീയേ അവനെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. അത് വേണോ? വേണം. നീ അവനെ വിളിക്ക്. എന്നിട്ട് മയത്തിലൊന്ന് സംസാരിക്ക. എങ്ങനെ അവനെ പറഞ്ഞു വീഴ്ത്താന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നീ വിളിക്ക്.
ശ്രുതി, ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? എന്തു പറ്റി? സുധിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. നീ അവനെ വിളിക്കുന്ന അവന് നന്നായി അറിയാം. അതുകൊണ്ടായിരിക്കും അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. നീ പറഞ്ഞിരുന്നല്ലോ നിന്റെ അങ്കിളിനെ നിനക്കറിയാം, മനസ്സലിവുള്ള ആളാണെന്നൊക്കെ. ആ വഴിയൊന്ന് നോക്കിയാലോ? മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്നൊക്കെ അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും ആന്റി എന്നെ അടിച്ചിറക്കി വിടുമ്പോ തടയാൻ നോക്കിയിരുന്നു അങ്കിള്. എന്നോട് ദേഷ്യം കാണുമെങ്കിലും എന്നെ വീട്ടിൽ കയറ്റരുതെന്നൊന്നും അങ്കിൾ ഒരിക്കലും പറയില്ല. നീ പുറത്തെവിടെങ്കിലും വെച്ച് നിന്റെ അങ്കിളിനോടൊന്ന് സംസാരിക്ക. നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറ. അദ്ദേഹം നിന്നോട് ക്ഷമിക്കും, വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പറയുന്നതിനേക്കാൾ എന്റെ അവസ്ഥയെക്കുറിച്ച് അങ്കിളിനോട് വേറൊരാൾ പറയുന്നതാ നല്ലത്. എന്നോട് സിമ്പതി തോന്നിക്കുന്ന രീതിയിൽ സംസാരിക്കണം. നിന്റെ അങ്കിളിനോട് ആര് സംസാരിക്കും? നീ സംസാരിക്കണം. ഞാനോ? ആ, നീ തന്നെ.